400-ന് മുകളിൽ നാട്ടാനകളുള്ള കേരള സംസ്ഥാനത്തിലെ ഉയരം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ 10 ആനകൾ. അതെ, ഉത്സവങ്ങളിലും പരിപാടികളിലും ഏറ്റവും ആവശ്യിക്കാറുള്ളതും ഏറ്റവും ഏക്കത്തുക ലഭിക്കുന്നതുമായ ആനകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. വരും ദിവസങ്ങളിൽ പുറം സംസ്ഥാനങ്ങളിൽ നിന്നും ആനകൾ ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴുള്ള ഉയരക്കേമന്മാരെ പിന്തള്ളുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. വളരെ മുൻപന്തിയിലുണ്ടായിരുന്നതും കുറച്ചു നാളുകൾക്ക് മുന്നേ നമ്മെ വിട്ടുപിരിഞ്ഞതുമായ മംഗലാംകുന്ന് അയ്യപ്പനെ ഈ വീഡിയോ ചെയ്തപ്പോൾ ഓർക്കുന്നു. 1-ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ചിറക്കൽ കാളിദാസൻ എന്ന ആനയാണ്. അവസാനമായി തിട്ടപ്പെടുത്തിയ ഉയരത്തിന്റെ അളവിൽ വച്ചാണ് കാളി രാമനെ മറികടന്നത്. രാമനടക്കമുള്ള നിരവധി ആനകളുടെ ഔദ്യോഗികമായ ഉയരം അടുത്ത് രേഖപ്പെടുത്തിയിട്ടുമില്ല. അതിനാൽ നിലവിലെ കണക്കുകൾ പ്രകാരം കാളിദാസൻ 1-ാം സ്ഥാനത്താണ്. പക്ഷെ എപ്പോഴും പറയുന്ന പോലെ തന്നെ രാമരാജാവിന്റെ തട്ട് താണു തന്നെയിരിക്കും. കാളിയെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റപ്പാളി ഗണത്തിൽപ്പെടുന്ന ആന ചിറക്കൽ തറവാട്ടിലേക്ക് എത്തിയിട്ട് 20 വർഷങ്ങൾക്ക് മുകളിലായിരിക്കുന്നു. 9 അടിക്കാരനായി വന്ന കാളി കേരളത്തിലെ കൊമ്പന്മാരുടെ മുന്നിലെത്തുമെന്ന് ആ സമയത്ത് ആരും കരുതി കാണില്ല. കർണാടക വനങ്ങളിൽ പിറന്നു വീണ ഈ കൊമ്പനെ മനിശ്ശേരി ഹരിയായിരുന്നു കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവനെ ചിറക്കൽ മധു സ്വന്തമാക്കിയതോടെ അവൻ ചിറക്കൽ കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ബ്രഹ്മാണ്ഡ ചലച്ചിത്രമായ ബാഹുബലി എന്ന സിനിമയിലും കാളിദാസൻ വേഷമിട്ടു. തൃക്കാരിയൂർ വിനോദാണ് കാളിദാസന്റെ ഇപ്പോഴത്തെ 1-ാം ചട്ടക്കാരൻ. ഔദ്യോഗികമായ ഉയരം കൊണ്ട് 2-ാം സ്ഥാനം സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് തന്നെ. പൂരങ്ങളിൽ ഏറ്റവും ആവശ്യക്കാരും ഏക്കത്തുക ലഭിക്കുന്നതുമായ ആനകളിൽ രാമചന്ദ്രൻ വളരെ മുന്നിലാണ്. ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും കേരളത്തിലെത്തിയ രാമനെ 1984-ൽ പേരാമംഗലം തെച്ചിക്കോട്ടുകാവിൽ നടയിരുത്തിയതാണ്. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങൾ ആ സമയത്തെ ഉയരക്കേമന്മാരുമായി മത്സരിച്ച് രാമനുണ്ടാക്കിയെടുത്ത അവന്റെ സാമ്രാജ്യം ചെറുതൊന്നുമായിരുന്നില്ല. തെച്ചിക്കോട്ടുകാവ് എന്ന പേര് കേരളം മുഴുവൻ അറിയപ്പെടാൻ കാരണവും രാമചന്ദ്രൻ തന്നെയാണ്. 10.5 അടിക്ക് മുകളിൽ ഉയരമുള്ള രാമൻ പങ്കെടുക്കാത്ത പ്രശസ്തമായ പൂരങ്ങളൊന്നും തന്നെ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ വഴിയില്ല. ആനയും പൂരവും ലഹരിയായ കേരളക്കരക്കാർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് രാമചന്ദ്രൻ. കടുക്കൻ രാജേഷും നെന്മാറ രാമനുമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പ്രധാന പാപ്പാന്മാർ. അതിനുശേഷം വരുന്നത് തൃക്കടവൂർ ശിവരാജുവാണ്. ഏറ്റവും വലിയ ഏക്കത്തുക എന്ന റെക്കോർഡ് നിലവിൽ ശിവരാജുവിനാണ് ഉള്ളത്. കോന്നി റേഞ്ചിലെ അട്ടത്തോട് ഭാഗത്തുള്ള വനത്തിൽ നിന്നും ഏകദേശം 45 വർഷത്തിന് മുൻപായിരുന്നു കുട്ടിക്കൊമ്പനായ ശിവരാജുവിനെ ലഭിക്കുന്നത്. 8 കരക്കാർ ചേർന്ന് തൃക്കടവൂർ ക്ഷേത്രത്തിലേക്ക് നടയിരുത്തിയ അവൻ തൃക്കടവൂർ ശിവരാജുവായി. ഉമയനല്ലൂർ ക്ഷേത്രത്തിലെ ആനവാൽ പിടിച്ചടങ്ങിലെ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമാണ് ശിവരാജു. ലക്ഷണങ്ങൾ കൊണ്ടും മുന്നിലായ ശിവരാജു ഇന്ന് കേരളത്തിലുള്ള മറ്റേതൊരു ആനയേക്കാളും ഏക്കത്തുക സ്വന്തമാക്കുന്ന കൊമ്പൻ കൂടെയാണ്. ഗോപാലകൃഷ്ണൻ എന്ന പരിചയ സമ്പത്തുള്ള പാപ്പാനാണ് ഇപ്പോൾ ശിവരാജുവിനെ നയിക്കുന്നത്. 4-ാം സ്ഥാനത്ത് ഉയരം കൊണ്ട് നിൽക്കുന്നത് ഗജഭീമൻ എന്നറിയപ്പെടുന്ന പുതുപ്പള്ളി കേശവനാണ്. തലയെടുത്തു പിടിച്ചു നിൽക്കുന്ന കേശവനെ കാണാൻ പ്രത്യേക അഴകു തന്നെയാണ്. കോട്ടയത്തുള്ള പുതുപ്പള്ളി ആനത്തറവാട്ടിലേക്ക് ആസാമിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപേ എത്തിയ ആനയാണ് കേശവൻ. പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസ് ആയിരുന്നു ഇവനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. എത്തുന്ന സമയത്ത് ഒരു കൂട്ടാനയായി നിന്നിരുന്ന ഇവൻ ഇന്നത്തെ പ്രധാന പൂരങ്ങളിൽ തിടമ്പാനയായി മാറിയതിൽ വളരെ പങ്കുവഹിച്ച അവന്റെ ചട്ടക്കാരനാണ് കുന്നന്താനം മനോജ്. വർഷങ്ങൾക്ക് മുകളിലുള്ള ആ കൂട്ടുകെട്ട് ഇന്നും വളരെ ഭംഗിയായി തന്നെ മുന്നോട്ടു പോകുന്നു. ഒരിടവേളയ്ക്ക് ശേഷം അവന്റെ പഴയ പാപ്പാനായ അനീഷ് കൊടുങ്ങല്ലൂർ വീണ്ടും അവനിലേക്ക് തിരിച്ചെത്തിയിട്ടുമുണ്ട്. 5-ാം സ്ഥാനത്ത് സൗന്ദര്യം കൊണ്ട് ആനപ്രേമികളെ കീഴടക്കിയ കതിർവില്ലഴകൻ പാമ്പാടി രാജനാണുള്ളത്. 1977-ൽ കോടനാട് ആനക്കൊട്ടിലിൽ നടന്ന ലേലത്തിൽ വെച്ച് കോട്ടയം പാമ്പാടിയിലുള്ള മൂടൻകല്ലുങ്കൽ ബേബി എന്ന വ്യക്തി 3 വയസ്സുള്ള കുട്ടിക്കൊമ്പനെ ലേലത്തിൽ പിടിച്ചു. ബാസ്റ്റിൻ എന്നായിരുന്നു അവന് കിട്ടുമ്പോൾ ഉള്ള പേര്. മൂടൻകല്ലിങ്കൽ തറവാട്ടിലെത്തിയതോടെ അവന് രാജൻ എന്ന പേരു നൽകി. 45 വർഷങ്ങൾക്കിപ്പുറം ആനക്കേരളത്തിലെ സൗന്ദര്യമുള്ള ആനകളിൽ ആദ്യത്തെ കൊമ്പൻ ഏതെന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം രാജൻ എന്നായിരിക്കും.
അഴകിന്റെ സിംഹാസനത്തിൽ ഐശ്വര്യത്തിന്റെ കിരീടം ചൂടി വാഴുന്ന കതിർവില്ലഴകനാണ് പാമ്പാടി രാജൻ. തടിക്കൂപ്പുകളിൽ പണിയെടുത്തു കഴിഞ്ഞിരുന്ന രാജനെ ഇന്നത്തെ രാജനാക്കി മാറ്റിയതിൽ ഏറ്റവും പങ്കുവഹിച്ച ചട്ടക്കാരനായിരുന്നു രാമപുരം സാജൻ. ഇന്ന് ലക്ഷണപൂരങ്ങളിലെ അഭിവാജ്യ ഘടകമാണ് പാമ്പാടി രാജൻ. 6ാം സ്ഥാനത്തുള്ള കൊമ്പൻ ഈ കഴിഞ്ഞ നാളുകളിൽ ആദ്യത്തെ 10ൽ പോലും ഇല്ലാതിരുന്ന ഒരാനയാണ്. എന്നാൽ അവൻ വളർന്നു വന്നപ്പോൾ ഏതൊരു ഉയരക്കേമന്മാരോടും കിടപിടിക്കുന്ന ഉയരവും സൗന്ദര്യവും സ്വന്തമാക്കി. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. തൃശൂരിലെ നന്ദിലത്ത് ഗോപുവിന്റെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഉള്ളത്. ബീഹാറിൽ നിന്നും 1990-91 കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് എത്തിയ ഇവൻ ആദ്യം എത്തിച്ചേരുന്നത് പെരുമ്പാവൂർ ഭാഗത്തേക്കായിരുന്നു. അതിനുശേഷം ചില കൈമാറ്റങ്ങൾക്കിപ്പുറമാണ് ഇവൻ നന്ദിലത്ത് ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരുന്നത്. അതിനുശേഷമാണ് ഇവന് വന്ന മാറ്റവും എടുത്തു പറയേണ്ടത്. ഇന്നു കേരളത്തിലെ ഉയരക്കേമന്മാരിൽ വളരെ മുന്നിലാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. ഇനി 7ാം സ്ഥാനത്തുള്ള ആന പാലക്കാട് SK ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭനാണ്. ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും പുത്തൻകുളം ഷാജിയായിരുന്നു ഇവനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ സമയത്ത് തന്നെ 298 സെന്റിമീറ്റർ ഉയരമുണ്ടായിരുന്ന ആന കേരളത്തിലേക്ക് എത്തുമ്പോൾ തെക്കൻ ജില്ലയിൽ ഏറ്റവും ഉയരമുള്ളത് ഇവന് തന്നെയായിരുന്നു. അതിനുശേഷമായിരുന്നു ഇവനെ പാലക്കാടേക്ക് കൈമാറ്റം ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ എലഫന്റ് പാർക്കിൽ സവാരിയൊക്കെ ചെയ്ത് നിന്നിരുന്ന ഇവൻ പിന്നീട് പൂരങ്ങളിലേക്ക് വന്നതോടെ ഉയരം വരുന്ന പൂരങ്ങളിലെ അഭിവാജ്യ ഘടകമായി മാറി. 8ാം സ്ഥാനത്തുള്ളത് ഗുരുവായൂരപ്പന്റെ സ്വന്തം രാജശേഖരനാണ്. ആദ്യകാലങ്ങളിൽ പ്രശ്നങ്ങളുമായി നിന്നിരുന്ന രാജശേഖരൻ ഒറ്റക്കൊമ്പൻ ആണെങ്കിൽ കൂടി തീർച്ചയായും ആദ്യ 10ൽ തന്നെയാണ് രാജശേഖരന്റെ ഇപ്പോഴത്തെ സ്ഥാനം. പുന്നത്തൂർ ആനക്കോട്ടയിൽ വർഷങ്ങളോളം പുറത്തേക്കിറങ്ങാതിരുന്ന കൊമ്പനെ ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പ്രധാന പങ്കുവഹിച്ച ചട്ടക്കാരനാണ് ബൈജു എന്ന പാപ്പാൻ. ഉയരാൻ ആസ്പദമാക്കപ്പെടുന്ന പൂരങ്ങളിൽ ഇന്ന് തീർച്ചയായും വലിയ ഒരു സ്ഥാനം തന്നെയാണ് രാജശേഖരനുള്ളത്. ഇനി 9ാം സ്ഥാനത്തുള്ള ആന ഊക്കൻസ് കുഞ്ചു എന്ന ആനയാണത്. തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലുള്ള ഊക്കൻസ് തറവാടിന്റെ സ്വന്തവും അഭിമാനവുമാണ് ഊക്കൻസ് കുഞ്ചു എന്ന സുന്ദരതാരം. ആസാമിൽ പിറന്നു വീണ കുഞ്ചുവിനെ 10 വയസ്സുള്ളപ്പോഴായിരുന്നു ചാലക്കുടിയിലുള്ള വർഗീസും മകനായ ബെന്നിയും ചേർന്ന് അവിടെ നിന്നും വാങ്ങി മലയാള മണ്ണിലേക്ക് ആനയിക്കുന്നത്. പക്ഷെ ഇവന്റെ ജനനം ഒരു കാട്ടാനയായിട്ടായിരുന്നില്ല. മേരാപ്പാനി എന്ന സ്ഥലത്ത് നാട്ടാന പ്രസവത്തിലൂടെയായിരുന്നു കുഞ്ചു പിറക്കുന്നത്. ആണ്ടവൻ എന്ന ചട്ടക്കാരനായിരുന്നു കുഞ്ചുവിനെ ഇവിടത്തെ ചട്ടങ്ങൾ പരിശീലിപ്പിച്ചത്. നോക്കിയും കണ്ടും നല്ല രീതിയിൽ കൊണ്ടു നടക്കേണ്ട ഒരു ആനയാണ് കുഞ്ചു. ഇന്ന് പൂരങ്ങളിൽ വളരെ ആവശ്യക്കാരുള്ള കൊമ്പന്മാരിൽ ഒന്നാമത്. അതുപോലെ തന്നെ ആദ്യ 10നുള്ളിലാണ് ഇപ്പോഴത്തെ ഉയരം വെച്ച് കുഞ്ചുവിന്റെ സ്ഥാനം. 10ാം സ്ഥാനത്തുള്ളത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. ഒരു സർക്കസ് കമ്പനിയുടെ ഉടമസ്ഥതയിൽ നിന്നിരുന്ന ഇവൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ 8.25 അടി മാത്രമായിരുന്നു ഇവന്റെ ഉയരം. കീരങ്ങാട്ട് മന നമ്പൂതിരിയായിരുന്നു ഇവനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. 1999, 2000 കാലഘട്ടത്തിലായിരുന്നു ഗോപി വാര്യർ എന്ന വ്യക്തി ഇവനെ സ്വന്തമാക്കി തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് നടയിരുത്തുന്നത്. ഇന്നിപ്പോൾ 10 അടിക്ക് മുകളിൽ ഉയരമുള്ള ചന്ദ്രശേഖരന്റെ 1ാം പാപ്പാൻ മണ്ണാർക്കാട് ശശിയാണ്. പുതിയ ആനകൾ എത്തുന്നതോടെ കൂടുതൽ ഉയരക്കേമന്മാർ ഈ ലിസ്റ്റിലേക്ക് വന്നേക്കാം. അതിനുശേഷം പുതിയ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.